ഗൈസ് നിങ്ങൾക്ക് ഡനാങ്ങി വരാൻ ഒറ്റ ഒരു റീസൺ മതി. മൈക്കി ബീച്ച്, which is one of the 6 most attractive beaches on the planet. So welcome to Danang. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങളിപ്പം ഡനാങ് എന്ന് പറഞ്ഞ സിറ്റിയിലാണുള്ളത്. ആൻഡ് ഐ പേഴ്സണലി ഫീൽ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണ്ട, പക്ഷേ നമ്മളിപ്പോൾ ഫോറംസ് റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ വിയറ്റ്നാം ആണെന്നാണ് ഇത് കേൾക്കുന്നത്. യു ഹാവ് എവറിത്തിങ് ഹിയർ, എവറിത്തിങ് ഇസ് ദർ ഇൻ ഡനാങ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതിന് പുതിയ ടീഷർട്ടൊക്കെ ഷോർട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഡനാങ് ആണ്, കാരണം നമുക്ക് ബീച്ചസ് ഉണ്ട്. ഡനാങ്ങിൽ ബീച്ചസ് ഉണ്ട്. ഇവിടുന്ന് 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏൻഷ്യൻ ടൗൺസ് ഉണ്ട്. ഹൊയാൻ എന്ന് പറയുന്ന മാർബിൾ മൗണ്ടൻസ്, യു ഹാവ് ബീച്ച് ക്ലബ്സ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഷോപ്പിംഗ്, എന്താണോ ഒരു ടൂറിസ്റ്റിന് എൻജോയ് ചെയ്യാനുള്ളത് എല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. ബീച്ച് ഫ്രണ്ട് റിസോർട്ട്സും ഹോട്ടൽസും ഒക്കെ അഫോർഡബിൾ ആണ്. ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ്, അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ എനിക്ക് അധികം ഒന്നും ഒരു വ്ളോഗിൽ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ മെയിൻ ആയിട്ട് ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഹാൻ മാർക്കറ്റ് ആണ്. അവിടെ ഞാനിപ്പോൾ പോകുമ്പോൾ കാണിക്കാം. പ്രിയനെ വീടിൻ്റെ അടുത്ത് കയറ്റാൻ പറ്റില്ല, അത്രയും കൺജസ്റ്റഡാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈക്കി ബീച്ച് എന്ന് പറഞ്ഞാൽ മൈക്കി ബീച്ച് എന്നാന്ന് തോന്നുന്നു, അതുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിവർ ഫ്രണ്ട് ഉണ്ട്. ഇത് 3ആണ് സാധാരണ 1 ഡേയിൽ ടൂറിസ്റ്റ് എൻജോയ് ചെയ്യുന്നത്. സോ അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് കം ടു ഡനാങ് ഗൈസ്, ഇറ്റ്സ് എൻ അമേസിംഗ് പ്ലേസ്. ആക്ച്വലി ഹോട്ടലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കുറേ അമ്യൂണിറ്റീസ് ഉണ്ട്. ഒന്നും എൻജോയ് ചെയ്യാനുള്ള ടൈമിൽ എല്ലാ ദിവസവും ഇങ്ങനെ കറക്കുമല്ലേ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട, ഇത് പൂള്, ഇത് ഗ്രാൻഡ് മെർക്യൂർ ഡനാങ് ആണ്. ഇവിടെ പൂളുണ്ട്. ആൻഡ് പൂളിന് ഇപ്പുറത്തുള്ളത് റിവർ വ്യൂ. ഞങ്ങളുടെ റൂമിൽ നിന്നൊക്കെ നല്ല റിവർ വ്യൂ ആണ്. ഇതൊന്നും അല്ലാതെ അകത്ത് ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ സ്ഥലവും ഇതൊക്കെ ഇങ്ങനെ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ചില്ല് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് കണ്ട, കിഡ്സ് സോൺ ഉണ്ട്. കിഡ്സിന് വരെ കളിക്കാൻ ലോബിയിൽ വേണമെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കിഡ്സ് ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് കിടന്ന് സ്റ്റോറി ബുക്ക് വായിക്കാനോ ഡ്രോയിങ് ചെയ്യാനോ അതിനൊക്കെ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. വെരി നൈസ്. കണ്ടാ, നമുക്ക് നിരഞ്ജനയായിട്ട് ഇവിടെ വരാം. ഓക്കെ. ഞാൻ പറയാം, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ടാക്സി വരുന്ന സ്ഥലം വിയറ്റ്നാം ആണ്. ലിഫ്റ്റിൽ നിന്ന് ബുക്ക് ചെയ്താൽ താഴെ എത്തുമ്പോഴേക്കും വണ്ടി വന്നു. മാർക്കറ്റിൽ ഞാൻ പൈസ ഇവിടെ ക്യാഷ് എടുക്കുള്ളൂ. ഞാൻ എടുക്കാൻ പോയ ടൈമിൽ പ്രിയ സാധനങ്ങൾ വാങ്ങിയ കേട്ടാ. പ്രിയ ഒരു സംഭവമാണ്. നോക്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നല്ലതാണ്. ലാഭോ ബാലിയാണ് ഞാൻ ഇത് കണ്ടിരിക്കണേ. ബാലിക്കാട് ലാഭം. ഓക്കെ. എത്ര വരും? എത്ര നാട്ടിലത്തെ 300. ഓക്കെ. അപ്പൊ പൈസ ഉണ്ടായിരുന്നോ? ഓ ഓക്കെ. പിന്നെ ബാഗ്, പ്രിയയുടെ ബാഗ് ഭ്രാന്തുണ്ടല്ലോ, വേറെ ലെവലായി പോയി ഇപ്പൊ. ഓക്കെ. അപ്പൊ ഞാൻ ഇനി അകത്തേക്ക് പോവാണ്. എന്നെ കണ്ടു കിട്ടിയില്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക. അത്രയും തിരക്കായിരിക്കും അവിടെ, മിസ്സിംഗ് ആയിരിക്കും, ഒഴുകിപ്പോയി ഞാൻ. അപ്പൊ നിങ്ങൾ വരണ്ട, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇരിക്കുക, ഞാൻ പോയി ഇതിന്റെ അകം എന്താന്ന് കാണിച്ചിട്ട് വരാം. സോ ഇതാണ് ഹാൻ മാർക്കറ്റ്. ഇത് 2 ഫ്ലോർ ആണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ കംപ്ലീറ്റ് ഇതുപോലെ സ്നാക്സ്, ഫ്രൂട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, പിന്നെ കോഫി പൗഡേഴ്സ്, ഫുഡ് ഐറ്റംസ് ആണ് ഫുഡിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഒന്നും ഇവിടുന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം, കാരണം അത്രയധികം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. നെഗോഷിയേഷൻസ് ഉണ്ട്, നന്നായി നെഗോഷിയേറ്റ് ചെയ്യുക. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ഇതുപോലത്തെ മാർക്കറ്റാണ്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫുഡ്, ടോയ്സ്, സൂവനിയേഴ്സ്, സ്നാക്സ്, ഇതാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭയങ്കര ചൂടായിരിക്കും. AC ഒന്നുമില്ല, ഇൻഡോർ ആണെങ്കിലും ഭയങ്കര ചൂടായിരിക്കും. അതിൻ്റെ മേളിലുള്ള കാഴ്ച കാണിച്ചു തരാം. അവിടെ കംപ്ലീറ്റ് ക്ലോതിങ് ആണ്. എന്തുകൊണ്ടാണ് പ്രിയനും വേദനയും കൊണ്ടുവരാത്തത് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നിങ്ങൾ നോക്കി നടക്കണം, കാരണം ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങുക. കാരണം പിന്നെ നമുക്ക് ആ കട തപ്പിപ്പോകാൻ പറ്റില്ല. നെഗോഷിയേഷൻ ഉണ്ട്, നന്നായി നെഗോഷിയേറ്റ് ചെയ്യുക, ക്യാഷ് ആയിട്ട് വരിക. സോ ഒരു സൈഡ് ഇതാണ് മാർക്കറ്റ്. നിങ്ങൾ കയറി വന്ന് ഒരു സൈഡ് ഷൂസ് ആയിരിക്കും, ആ റെയിൻ കൂടുതൽ ഷൂസ് ആയിരിക്കും. പിന്നെ ഒരു സൈഡിലേക്ക് ബാക്കിയുള്ള ആക്ച്വലി ഒരു സൈഡ് എല്ലാ സൈഡും ക്ലോതിങ് ആയിരിക്കും. സോ ഫേക്കും ഉണ്ട്, ഇതുപോലത്തെ ലോക്കൽ വിയറ്റ്നാമീസ് ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്.
ഇത് നല്ലൊരു ക്രേപ്പ് മെറ്റീരിയൽ ഷോർട്സ് ആണ്. വന്ന് ഇവർ 80,000 രൂപ പറഞ്ഞു. നമ്മുടെ നാട്ടിലത്തെ ഒരു 220 രൂപ. ഞാൻ കറക്റ്റ് 50,000 രൂപ പറഞ്ഞു. സോ കറക്റ്റ് ഒരു 150 റുപ്പീസ്. ഒരെണ്ണത്തിന് 3 എടുക്കാം എന്ന് പറഞ്ഞു. സോ 3 എണ്ണത്തിന് 450 രൂപ. പടപടയുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക, അതാണ് നടക്കേണ്ടത് ഇവിടെ. നല്ല ഷോർട്സ് നമ്മുടെ അടുത്ത ട്രിപ്പിന് ഇടാം. അടുത്ത ട്രിപ്പ് ചൂടുള്ള സ്ഥലത്തേക്ക്. എങ്ങനെ പ്രിയനെയും വേദുവിനൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ അകത്തേക്ക് തിരക്ക് നോക്ക് ഇവിടെ. ഞാൻ പക്ഷേ സമ്മറാണ്, എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ നോർത്ത് ഫേസിന്റെ ഫേക്ക് ആണ്. ഒറിജിനൽ ക്വാളിറ്റിയോ പോലെ ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇവിടുത്തെ ലോക്കൽസ് വരെ ഇത് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട് ഇതൊക്കെ ഈ നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ ജാക്കറ്റിന്റെ ഫേക്ക് ആണ്. ഇതിന്റെ അകത്തെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ജസ്റ്റ് ടു കൺജസ്റ്റഡ് കേട്ടാ. സോ കറക്റ്റായിട്ട് നിങ്ങൾ പിള്ളേരായിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ ഷോപ്പിംഗ് എൻജോയ് ചെയ്യുന്നവർ മാത്രം കയറി വരിക. അത്രയും കൺജസ്റ്റഡാ, ചൂടും എല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടട്ടെ ഗൈസ്. അങ്ങനെ ഒരു ഏകദേശം നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് സംഭവം. മസ്റ്റ് വിസിറ്റ് ആണ്. ഒരു കെയോസ് ആണ്, പക്ഷെ സോ മച്ച് ഓഫ് ഫൺ. കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടിയ, നല്ല ഷോർട്ട്സും അതുപോലെ തന്നെ ഈ ലൈറ്റ് വെയ്റ്റ് വിയറ്റ്നാമീസ് ഷർട്ടൊക്കെ. സോ നമുക്ക് സമ്മറൊക്കെ ആകുമ്പോൾ കൂടുതൽ കുറേ ഇടാമല്ലോ. കുറേ അടിപൊളി ഇതുപോലത്തെ നല്ല സാധനങ്ങളുണ്ട്. സ്നാക്സ് ഒന്നും വാങ്ങുന്നില്ല, ഓൾറെഡി ലഗേജ് ഫുള്ളാ. ഇനി ഇവിടുത്തെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോ ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. രാവിലെ തന്നെ ഇത് വിസിറ്റ് ചെയ്യുന്നത് നല്ലത്, കാരണം ഇത് 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അടച്ചു തുടങ്ങുവേ. ഇത് ഹാൻ മാർക്കറ്റ്. ഇന്നത്തെ വ്ളോഗിന്റെ എല്ലാ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടെ. മറന്നു പോകുന്നതാ ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് കറങ്ങി എന്താണെന്നറിയോ, ഇവിടെ ഭയങ്കര തിരക്ക്. എന്താന്ന് നോക്കിയപ്പോൾ ഗോൾഡ് ഷോപ്പാണ്, പക്ഷെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യും. ഇന്ത്യൻ റുപ്പീസ് എക്സ്ചേഞ്ച് ചെയ്യില്ല എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഡോളറോ തായ് ബാത്തോ വേറെ എന്തെങ്കിലും മലേഷ്യൻ റിംഗറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്താൽ നല്ല റേറ്റ് ആണ്. ചൈനീസ് യുവാനാണ് ഏറ്റവും റേറ്റ് തോന്നുന്നത്, അതുപോലെ കൊറിയൻ വോണിനും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. ഫ്രോഡൊന്നുമല്ല പരിപാടി. ഇത് ഹാൻ മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ്. ഗോൾഡ് ഷോപ്സിൽ എനിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് എക്സ്ചേഞ്ച് ഉണ്ട്. ദേ അമ്മേനെ വിളിച്ചേ, ദേ അവിടെയാണോ? താങ്ക് യു. ആര്? അമ്മയ്ക്ക് കാല് വയ്യല്ലോ, അതാ. ഞങ്ങൾ പോകുന്നതിന് മുമ്പ്, ബീച്ചിൽ പോകുന്നതിന് മുമ്പ് വേദിന് ഭയങ്കരമായിട്ട് വിഷമു. ഞാൻ ആദ്യത്തെ ദിവസം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ബിക്കിനി ബോട്ടം എന്ന് പറയുന്ന സ്ഥലം. സ്പഞ്ച് ബോബ് സ്ക്വയർ പാൻസിന് തീമായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അടിപൊളി അമേരിക്കൻ റെസ്റ്റോറൻറ്റ്. ഹാൻഡ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഭയങ്കര ചീപ്പാണ്. ലൈക്ക് ഇവരുടെ ക്വാളിറ്റിക്കും ഈ ബണ്ണാണെങ്കിലും മഷ്റൂംസ് ആണെങ്കിലും ബർഗർ. ഇത് ലുക്ക് ചിക്കൻ ടെൻഡേഴ്സ്. ഇത് മൊത്തം ഒരു 200 റുപ്പീസേ ഉള്ളൂ. ഫ്രഷ് ആണ്, ഫ്രോസൺ അല്ല. ആൻഡ് ഇത് നമ്മുടെ ഒരു ഫിലി ചീസ് സ്റ്റേക്ക് പോലത്തേക്ക്. സോ ഇറ്റ്സ് ലൈക്ക് ബീഫ് ആൻഡ് മെൽറ്റഡ് ചീസ് ആൻഡ് ജസ്റ്റ് ഗോർജിയസ് ടോസ്റ്റഡ് ബ്രെഡ്. ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. ഇത് കഴിഞ്ഞ് ഞാൻ ബീച്ചിലേക്ക് പോവാം. ഫുഡ് നിങ്ങൾക്ക് അമേരിക്കൻ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ബിക്കിനി ബോട്ടം എന്നാണ് പേര്. അടിപൊളിയാണ്. ദനാങ് ലിവബിൾ സിറ്റി എന്നും കൂടെ പറയുന്ന ഒരു കാര്യം നമ്പർ 1 എനിക്ക് തോന്നുന്നു. ട്രാഫിക് വളരെ കുറവാണ് ഹോച്ചിമിനും ഹനോയൊക്കെ വെച്ച്. ആ സമയത്ത് മെട്രോപോൾ ഒരു അത്യാവശ്യമല്ല, നല്ല ഡെവലപ്പ് സിറ്റി, മോൾസും എല്ലാം ഉണ്ട്. പക്ഷെ ട്രാഫിക് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പിന്നെ കുറേ പച്ചപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്ന ബീച്ച് തന്നെ നോക്കിയോ, വേൾഡിലെ 10 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചിലൊന്നാണത്. അതും വിത്തിൻ ദ സിറ്റി. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ബീച്ചൊന്നും അല്ല. വെൽക്കം to one of the most beautiful beaches in the world. What a place is this? Yeah, ഞാൻ ഡ്രോൺ പറ്റുമെങ്കിൽ ഒന്ന് വിടാം. കാരണം ഇതിന്റെ മേളിന്നുള്ള വ്യൂ, മേളിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് ലൈക്ക് മയാമി ഒക്കെ പോലെയാണ് ഇവരുടെ വാക്ക് വേ, ഇവരുടെ ഈ സെറ്റപ്പും. ഞാൻ കുറച്ച് ദൂരം നടക്കാം. ആൻഡ് യു ഹാവ് മൾട്ടിപ്പിൾ ബീച്ച് ക്ലബ്സ് ഓൾസോ ഓവർ ഹിയർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറേ സീ ഫേസിങ് റിസോർട്ട്സും ഹോട്ടൽസും ഉണ്ട്. എവറിത്തിങ്. സോ നിങ്ങൾക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. അതിന് കൂടെ ബീച്ചില് റെസ്റ്റോറൻറ്റ്സ് അല്ലാതെ ഇതുപോലെ കുറെ ബീച്ച് കാർട്ട്സ് ഉണ്ട്. 24 hours ഓപ്പൺ ആണ്. സോ യു ജസ്റ്റ് വോണ്ട് ടു രാത്രി 3 മണിക്ക് ഇറങ്ങി ഒന്ന് ബീച്ച് സൈഡിൽ ഒന്ന് ചില്ലണം നോക്കിയാൽ അതും നടക്കും, അഫോർഡബിൾ റേറ്റില്. ഈ ഏരിയ ഒക്കെ നോക്ക് പ്രിയ, എന്താ ഇങ്ങനെ അവര് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. അതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താ അറിയോ, അവിടെ കിടന്ന് അവിടെ ഇരുന്ന് ഫുഡ് മസാജും കിട്ടും. അയ്യോ, അത് എവിടെയും കിട്ടില്ല. കടലിന്റെ ഫ്രണ്ടിലിരുന്ന് കടൽ കാറ്റും കൊണ്ട് ഫുഡ് മസാജ്. ഡ്രിങ്ക്, റിലാക്സ്, ബി ഹാപ്പി. Look at the options. കിഡിലൻ ബേക്കറീസ് ആണ്. സോ വിത്ത് ബാൽക്കണി വ്യൂസ്, അങ്ങനത്തെ ഉള്ള ബേക്കറീസ്, ഹൈ ക്വാളിറ്റി സ്റ്റഫ് ആണ്. ബേക്കറീസും മറ്റേ കോഫി ഷോപ്സും കഫേസ് ഒക്കെ. ആൻഡ് ദെൻ ഓൺ ദ ബീച്ച് സൈഡ് ബീച്ച് ഷാക്സ്. എവിടെ അവിടെ കിടന്നിട്ട് എനിക്ക് കാലും മസാജ്. പക്ഷെ ഭയങ്കര അടുത്താ കടലിരിക്കുന്നത്, പേടിയാവുന്നു കണ്ടിട്ട്. വൈബ് ഓഫ് ദിസ് പ്ലേസ് അല്ലേ പ്രിയ? ഫുക്കറ്റും പട്ടായ ഒക്കെ മാറി നിൽക്കും. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ വന്നപ്പോ.
ഇറ്റ്സ് സോ കളർഫുൾ ആൻഡ് ലൈവ്ലി ഓവർ ഹിയർ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഈ ഒരു ടൈമില് ഫോറിനേഴ്സ് ഇഷ്ടമല്ലായിരിക്കും ദ വെദർ. നമ്മള് മറ്റിടത്തൊക്കെ ആണെങ്കിൽ ഹ്യൂമിഡിറ്റിയും ചൂടും കൊണ്ട് എനിക്കും തന്നെ ഇഷ്ടം. നമ്മള് വെള്ളത്തിൽ കയറി സർഫിങ്ങോ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ബീച്ച് സൈഡിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വെതറാ. അതെ അതെ. ഓ what a feeling guys. ഡനാങ് അവിടെ എഴുതിയിരിക്കുന്ന കണ്ട വായിച്ചേ. മൈക്കി is one of the most attractive beaches, one of the 6 most attractive beaches on the planet. So world top 6 beaches ൽ ഒന്നാ ഇത്. കണ്ടാലും പറയില്ലേ. ക്ലബ് കണ്ട ഒരെണ്ണം പാർട്ടിയാ, നമുക്കല്ല പക്ഷെ പാർട്ടി ക്ലബിന്റെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട മൗണ്ടൻ പോലെ. ഇവര് ഇങ്ങനെ പറഞ്ഞില്ലേ, പല രീതിയിൽ ഇവര് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓരോന്ന് ചെയ്യും കേട്ടാ. എസ്തെറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാ. പക്ഷെ ലുക്ക് അറ്റ് ദാറ്റ്, ലൊക്കേഷൻ ഇതാണ് ഓപ്പോസിറ്റ് ദ ബീച്ച്. കേട്ടോ പല ഇതുപോലെ ബീച്ച് സൈഡിലുള്ള ബാസും സെറ്റപ്സ് കുറെ ഉണ്ട്. ഇതൊന്നും ഞാൻ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. എന്തോരം ഡെവലപ്മെന്റ് നടന്നിരിക്കുന്നത് 2 to 3 years. രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ. സ്ഥലങ്ങളാ നോക്കിക്കേ. ഇത് ലോഞ്ച് ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്നൊരു കാര്യം, കിഡ്സ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് യു ഗെറ്റ് ഗോർജിയസ് ഓഷ്യൻ വ്യൂസ് ഓൾസോ. സോ ഞാൻ കാണിച്ചു തരാവേ ഒരു സ്ഥലം. കയറി വരുമ്പോ ഉള്ള വ്യൂ നോക്കിക്കേ. what a gorgeous place, no? സമ്മതിക്കണം. പ്രിയ, നല്ല സ്ഥലം കിട്ടിയില്ല ഇരിക്കാൻ. ഇത് മതിയോ നോക്ക്. എന്താ കിട്ടിയില്ലാന്ന്? നല്ല സ്ഥലം കിട്ടിയില്ല. ഞങ്ങള് സ്കൂട്ടറിൽ വന്നതിന്റെ ദേഷ്യത്തില്ല. പക്ഷെ എനിക്കറിയാം എന്റെ റിസൾട്ട് ഇവിടെ ആയതുകൊണ്ട് എത്ര മൂഷാട്ടയാണെങ്കിലും കാര്യം സെറ്റ് ആവുന്നത്. അതുകൊണ്ടല്ലേ ഞാനും ധൈര്യത്തോടെ സ്കൂട്ടറിൽ വന്നത്. അവന് സ്കൂട്ടറിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ടുഡേ ക്യാമറ ഓൺ ചെയ്തോ ഡനാങ് ബ്ലൂ സ്കൈയാ. അതാ ഇത് പോരാ അല്ലേ വേറെ എവിടെങ്കിലും പോണോ? വേദുവാണ് സ്ഥലം സെലക്ട് ചെയ്തേട്ടാ. 1 2 3 ടോയ് ഓടുന്ന പോലെ പോന്നെ. വെള്ളം ഡേഞ്ചറസ് വാട്ടർ. വാവ് 3 വാവ് എങ്കിലും മിനിമം കൊടുക്കണം. ആൻഡ് വാട്ട് എ പ്ലേസ്. ഇവിടെ ഇരിക്കാനേ നേരെ ബീച്ച് സൈഡിലൊക്കെ സ്ഥലം കിട്ടി. റിസർവേഷൻ വേണ്ട. പ്രിയ ഹാപ്പി, നേതു ഹാപ്പി, ദില്ലു ഹാപ്പി. കാണുന്ന നിങ്ങളും ഹാപ്പി ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇറ്റ്സ് സച്ച് എ പോസിറ്റീവ് വൈബ് ആൻഡ് പോസിറ്റീവ് പ്ലേസ്. എന്താ ഫോട്ടോ എടുക്കാനാ? പക്ഷെ ബാക്ക്ഗ്രൗണ്ട് അതല്ലേ, ബീച്ച് അപ്പുറത്തുനിന്ന് എടുക്കണം. ഏത് അത് കാണണ്ട. ഒന്ന് ഡനാങ്ങിൽ വന്നു കഴിഞ്ഞാൽ ബീച്ച് സൈഡിലെ കൺഫ്യൂഷനേ എവിടെ പോകുന്നാണ്. എന്തൂരം ഇപ്പൊ നടന്നു വന്നപ്പോ എന്തൂരം കഫേസാ ഉണ്ട് അല്ലേ. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് വരുന്നത്. അടിപൊളി തണുപ്പുണ്ട്, അതുകൊണ്ടാണ് തിരക്കില്ലാത്ത. ഒന്നും പറയല്ല കേട്ടോ, വെറുതെ തട്ടിക്കുട്ടിയുള്ള പരിപാടിയൊന്നും അല്ല. നല്ല കിഴലൻ പെപ്പറോണി ചീസ് പിസ്സ, നല്ല ഐസ് കോഫി. ഇതിനൊരു 180 റുപ്പീസും ഈ ഒരു പിസ്സയ്ക്ക് മേ ബി അറൗണ്ട് ഒരു 600 റുപ്പീസാണ് വരുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ ഫോർ ഈ ഒരു സ്റ്റാൻഡേർഡിന്. 350 ലൈവ് DJ ഒക്കെ ഇവിടെ വന്നു. ഇത് താത്തി കേട്ടാ, കാരണം സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല കാറ്റ് വരുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി കോൾഡ്. ഒരു 21 ഡിഗ്രീസ് ആണ്, പക്ഷെ കാറ്റ് കൂടെ വരുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോ നമ്മൾ ഇന്ന് മാർക്കറ്റ് കണ്ടു, ബീച്ചസ് കണ്ടു. ഇനി ഇവിടുത്തെ മസ്റ്റ് കാണുന്നത് അത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. രാത്രി 9 മണിക്കാണ്. ഓരോ സ്ഥലങ്ങള് വിയറ്റ്നാമില് നമ്മള് വന്നത് തൊട്ട് ഓർമ്മയുണ്ട്. എല്ലാ ദിവസവും സംതിങ് സ്പെഷ്യൽ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ടച്ച് വുഡ്. ഇമാജിൻ ഇഫ് യുവർ ഹെൽത്ത് വാസ് ഫൈൻ, എന്തോരം കൂടുതൽ ചെയ്യായിരുന്നു. പക്ഷെ എന്നിട്ടും ഇവിടെ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ. വിയറ്റ്നാമിലല്ലേ ട്രാവൽ വിത്ത് OHF വരുന്നുണ്ടല്ലോ വിയറ്റ്നാമില്.
അടുത്ത സ്ഥലത്ത് പോവാം. ഇന്ന് ഭാഗ്യ ഫ്രൈഡേ ആയത്, ഇന്ന് കാണാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ ഈ ഹോട്ടൽസ് തന്നെയാണ്. എന്തോരം ഹോട്ടൽസ് ആണ് നോക്ക്. ഇത് നോക്ക്, ചിക്ലാൻഡ്. ചിക്ലാൻഡാണ് ഹോട്ടലിന്റെ പേര്. അവിടെ റാഡിസൺ എല്ലാം സീ ഫേസിംഗ് ഒരു കുറവേ ഇല്ല. എന്തോരം ഉണ്ടെന്ന് അറിയോ? ഇന്ന് അറ്റം തൊട്ടത് ഇന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ സ്റ്റെല്ല മേരീസിലാണ് താമസിച്ചത്. സ്റ്റെല്ല മേരീസ് ബീച്ച് റിസോർട്ട്. സച്ച് എ വൈബിങ് പ്ലേസ്. ഇവിടെ ഡ്രാഗൺ ബ്രിഡ്ജ് കണ്ട. ഇവിടെ ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രാത്രി 9 മണിക്ക് ഒരു ഫയർ ബ്രീത്ത് ചെയ്തത്. പക്ഷേ നിങ്ങളിവിടെ ഒന്ന് ബോറടിക്കുന്നു വിചാരിക്കേണ്ട. ലുക്ക് അറ്റ് ദ മാർക്കറ്റ്, നൈറ്റ് മാർക്കറ്റ്. അവിടെ ഫുഡിന്റെ മാത്രം, അവിടെ ഡ്രസ്സുകളുടെ. പ്രിയ ഒരു ബാഗ് തപ്പിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അതവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. പ്രിയക്ക് കാല് വയ്യാത്തോണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എവിടെ അല്ല, അങ്ങനെ എവിടെ പോയാലും ഫുഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നടക്കണ്ടേ? വേണ്ടെന്നേ. എന്നാലും വേണ്ട. സ്ട്രെയിൻ, എനിക്ക് എന്റെ ഭാര്യയുടെ കാല് സ്ട്രെയിൻ ആവുന്നില്ല, വിഷമോ. വേഗം പോവാ. ടോൺ മാറി. ദേഷ്യത്തിൽ എന്താ ചെയ്യുന്നറിയോ? പ്രിയ താഴെ വീഴും. ബൈ. ഞങ്ങൾ സ്കൂട്ടറിൽ അങ്ങോട്ട് പോവാണ്. എല്ലാവരും നൈറ്റ് മാർക്കറ്റും ഉണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞ ഡനാങ് ഹാസ് എവറിത്തിങ്. ഡിന്നർ ക്രൂസ് ഉണ്ട്, നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. സോ ദേ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചധികം നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പ്രിയ പയ്യെ പോയിക്ക്, എന്തോ ഓടുന്നേ. വെയിറ്റ് ചെയ്യ്, 2 മണിക്കൂറുണ്ട് ഫയർ ഷോയ്ക്ക്, സമയമുണ്ട്, ഓടണ്ട. പ്രിയനെ പോലത്തെ ആൾക്കാർക്ക് നടക്കാനുള്ളതാണല്ലോ. ഇതേ എന്റെ തല മുട്ടുന്നു മുകളില്. മഴ പെയ്യാതെ ഇരിക്കാനാട്ടാ. ആക്ച്വലി സച്ച് എ നൈസ് മാർക്കറ്റ്. പല രീതിയിലുള്ള ഒത്തന്റിക് ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ടീഷർട്ട്സും അങ്ങനെ മറ്റേ ഇമ്പോർട്ടഡ് ഐറ്റംസ്, ചൈനീസ് ഐറ്റംസും ഉണ്ട്. തിരക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. നല്ല ഫുഡ് മാർക്കറ്റും ഉണ്ട്. സോ ഗൈസ് ജസ്റ്റ് കം ടു ഡനാങ്. ഒറ്റ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് വിയറ്റ്നാമിൽ മതിയെങ്കിൽ ഡനാങ് ആണ് കേട്ടോ. ഡനാങ് ഇസ് ദ പ്ലേസ്. മോൻ ഓൾറെഡി ഷോപ്പിംഗ് തുടങ്ങി കേട്ടോ. വാങ്ങി. എന്താ വാങ്ങിയ നോക്കട്ടെ. ഇത് അവന്റെ മൈൽസ് മൊറാലിസ്. ഇത് ലൂഫിനെ കാണിച്ച അപ്പോഴേക്ക് നോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി ലൂഫി. ഇപ്പൊ മനസ്സിലായല്ലോ 3 ഷോപ്പിംഗ് ആൾക്കാരെയും കൊണ്ട് നടന്നാനുള്ള പ്രശ്നം. അപ്പ ഷോപ്പിംഗ്, വേദു ഷോപ്പിംഗ്, അമ്മയും ഷോപ്പറാ. ഭയങ്കര വലിയ മാർക്കറ്റാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇറ്റ് ഇസ് റിയലി ബിഗ്. മാംഗോ സ്റ്റിക്കി റൈസും ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ഫുഡിന്റെ കൗണ്ടേഴ്സും ടോയ്സിന്റെയും മ്യൂസിക്കും ഉണ്ട്, ലൈവ് മ്യൂസിക്. അടിപൊളി. വേദു ഇങ്ങനെ കളക്ടബിൾസ് വാങ്ങി അപ്പയുടെ നല്ല പൈസ പോകും കേട്ടോ. ഇവനൊരു 15 വയസ്സ് ആകുമ്പോഴേക്കും ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള പൈസയാവും ഇങ്ങനത്തെ കളക്ടബിൾസ്. ഇവിടെ വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും കാർഡ് പേയ്മെന്റ് കൊടുക്കാം. അത് ഇവിടെ വന്ന് കാർഡ് പേയ്മെന്റ് 4% എക്സ്ട്രാ കൊടുക്കണം. പക്ഷെ ഞാനതാ ചെയ്യുന്നത്. എനിക്ക് ക്യാഷ് കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ക്യാഷ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കാറില്ല. അപ്പൊ ഇയാളുടെ ജോലി ഇത് മാത്രമാണ്. ഈ 4% എക്സ്ട്രാ എടുക്കും. ഇയാളുടെ വരുമാനം ഇയാള് കടക്കാർക്ക് പൈസ കൊടുക്കും. തോക്കാനുള്ളതാ. ചരിത്രം മൊത്തം അതാ. ചരിത്രം മാറ്റി എഴുതാൻ പറ്റില്ല. ഓ ഒറ്റ ഷൂട്ട് ചെയ്യുന്നുള്ള. വേഗം ആവട്ടെ, സമയം കളയല്ലേ. ബാബാ പ്രിയക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചോളാം, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. തന്നേക്ക്. എപ്പോഴും അങ്ങനെയാണ് കേട്ടാ, എപ്പോഴും കൊള്ളില്ല. എപ്പോഴും കേട്ടാ. എനിക്ക് ഞാൻ പ്രിയനെ കുറിച്ചൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്, ഉടനെ ചെയ്യും. എനിക്ക് എന്തൊക്കെയാണ് പ്രിയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് കുറേ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വ്ളോഗ് പ്രിയനെ ഇരുത്തിയാൻ, പ്രിയനെ മാറ്റിയിരുത്തിയുള്ള വ്ളോഗൊന്നുമില്ല. പ്രിയനെ സൈഡിലിരുത്തി ക്യാമറയും വെച്ച് ഞാൻ അങ്ങോട്ട് ക്യാമറയിലേക്ക് പറയും, കേട്ടോണ്ടിരിക്കുക. അതും പറഞ്ഞോ, ഞാൻ റെഡിയാ കേട്ടാ. ഇനി ഇവിടെ വെച്ച് എന്റെ വ്ളോഗ് ഞാൻ ചെയ്യാൻ പോവാ. നമ്മളാ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വന്നതാ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കടകൾ കണ്ട പിന്നെ എങ്ങനെ പ്രിയ കാണാതിരിക്കും. ഇവിടെ കുറച്ച് കണ്ട. ഇത് നോക്ക്, കണ്ണുകളുടെ റിംഗ് ഒക്കെ എന്ത് യുണീക്ക് അല്ലേ. നാട്ടിൽ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചൈനയിലും അങ്ങനെ കണ്ടിട്ടില്ല. കണ്ണുകളുടെ റിംഗ് കാണുമായിരിക്കും, പക്ഷെ കൊറേ ഇതൊക്കെ റിങ്സിന്റെ കടയാണ്. വാച്ചിന്റെ റിംഗും ഉണ്ട്. ഇതാണ് വാച്ചിന്റെ റിംഗ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സിൽവറും ഗോൾഡ് കളറും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ. പ്രിയ അവിടെ എന്തൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഈ നൈറ്റ് മാർക്കറ്റ്.
ഡ്രാഗൺ ഇനി സമയമുണ്ട്, നമുക്ക് നേരെ അപ്പുറത്ത് പോയി ഇപ്പൊ ഫുഡ് കഴിക്കാം. 1 മണിക്കൂറിൽ കഴിച്ചു വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഷോ കാണാം. ലുക്ക് ആറ്റ് ദിസ് വൈബ് ഗൈസ്. ഇത് പെർമനന്റ് ആണോ അതോ ഇപ്പൊ ഈ ന്യൂ ഇയർ പ്രമാണിച്ചാണോ എന്ന് അറിയില്ല. എക്സാക്ട് ഡ്രാഗൺ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ്. ലുക്ക് ആറ്റ് ദ ഫുഡ് സ്റ്റോൾസ്, ലുക്ക് ആറ്റ് ദ ക്രൗഡ്, മ്യൂസിക്, ലൈവ് പെർഫോമൻസ്. എന്താ പറയണ്ട വൈബ് തന്നെ. എന്തേ ഇതാണ് വിയറ്റ്നാം. നല്ല വെതർ, അതാണ് മെയിൻ ഇതിന്റെ ഒക്കെ കൂടെ. ടയേർഡ് ആവുന്നില്ല. ചില്ലി ബാൻമിയൊക്കെ ലിമിറ്റഡ് എഡീഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ഫുഡാണ്, ഫുൾ ഏരിയ ഫുഡാണ്. ഇതും അപ്പുറത്തെ ലൈനൊക്കെ ഫുഡാണ്. എന്തൊക്കെ ട്രൈ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല, അത്രയധികം ഫുഡ്. ന്യൂ ഇയർ ഒന്നും കഴിഞ്ഞിട്ട്, ഇവർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാവരും ഈ ഡ്രാഗണിന് വേണ്ടിയാണ് വെയിറ്റിംഗ്. നമുക്ക് ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ ഡെക്കറേഷൻസും. ഈ റിവർ സൈഡ് കണ്ട ഒരു ഷാങ്ങായുടെ ലുക്ക് ഉണ്ട് കേട്ടാ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ സ്ട്രീറ്റ് കാർട്ട് വെൻഡേഴ്സ് ഇവിടെ വന്നിട്ട് ഇതുപോലെ കുട്ടി ചെയർ ഇടും. എന്തിനാണെന്നറിയോ? നേരെ നമുക്ക് ഡ്രാഗൺ ബ്രിഡ്ജിലെ ഫയർ കാണാൻ. നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാം, പക്ഷെ ഇവിടെ ഇരുന്നായിരിക്കും ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ഡനാങ്ങിൽ എനിക്കല്ല, വിയറ്റ്നാമേ എല്ലാവരും ഇമിറ്റേഷൻ. ഇത് മറ്റേ സിംഗപ്പൂരിലെ മർലിനോ അങ്ങനെ എന്തൊരു ലൈനില്ലേ, ഏകദേശം അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഇവരുടെ ഈ സ്കൈ ലൈൻ എന്ന് പറയാം, ഐ മീൻ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ഹായുടെ ബണ്ട് പോലെയാണ്. പക്ഷെ എന്നാലും എല്ലാത്തിലും ഒരു എന്താ പറയുന്നത്, ഒരു രസമുണ്ട്. ഇത് കുറേ ബ്രിഡ്ജസും ഉണ്ട്, ഡ്രാഗൺ ബ്രിഡ്ജും അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നൈസ് പ്ലേസ്, നൈസ് വൈബ്. നടക്കാനും നല്ല സുഖമാണ് ഈ വെതറിൽ. ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒക്കെ. പ്രിയക്ക് ഞാൻ പെട്ടെന്ന് പഴംപൊരി വറക്കണ്ടേ, അതെന്തായാലും പ്രിയ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു പഴംപൊരി ഫ്രൈ പ്രിയക്ക് വാങ്ങിയിട്ട് നേരെ നമുക്ക് ആ ഫയർ കാണാൻ പോവാൻ. ഇവിടെ നിർത്താതെ ഫുഡ് അടിയത്. ഒരു ഫുൾ പാക്കറ്റ് ചക്ക കഴിച്ച് ഒരു ഫുൾ ഗ്ലാസ് ഐസ് ടീ. ഞാൻ പ്രിയക്ക് ഒരിക്കലും മറക്കാതിരിക്കുക ഒരു കിഡിലൻ ഫ്രൈ. എന്ത് ഫ്രൈയാ? ചിക്കനാ? കഴിച്ചു നോക്കണം. എന്നാലും ഒരു ബൈറ്റ് എടുത്താൽ ബാക്കി ഞാൻ കഴിച്ചോളാം. വേദന ചോക്ലേറ്റ് പാൻ കേക്കും പഴംപൊരിയാ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പ്രിയ ഡയലോഗ് അടിക്കും. കിട്ടിക്കഴിയുമ്പോ വാക്ക് മാറും. ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട് പ്രിയനെ കുറിച്ച്. വിയറ്റ്നാമീസ് പഴംപൊരി, വിയറ്റ്നാമീസ് പഴംപൊരി വിത്ത് ഫയർ ഷോ. മറക്കോ വിയറ്റ്നാം ട്രിപ്പ്? കണ്ണിന്റെ കളറൊക്കെ മാറി ഇപ്പൊ വരും. വേദോ ഫയർ ഇപ്പൊ വരുവേ. ഓ ഇവിടം വരെ അല്ലേ ചൂടടിക്കുന്നുണ്ടല്ലോ. അടുത്തത് ഓ രസാട്ടോ ഇത്. എന്താ അല്ലേ, ഒരു നോർമൽ ബ്രിഡ്ജ് അവരൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എത്ര 1000 ആൾക്കാരെ സർവൈവ് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴേക്കും ടൂറിസ്റ്റ് വരും, ഇവിടുത്തെ ടാക്സിക്കാർക്ക് ചിലവ് വരും, റെസ്റ്റോറൻറ്റ്സ്, ഇവിടുത്തെ പാർക്കിങ്, ഇവിടെയുള്ള ഹോട്ടൽസ് എല്ലാം ഈ ഒരു ബ്രിഡ്ജ് കൊണ്ട് എത്ര ലക്ഷം കോടിക്കണക്കിനായിരിക്കും വരുമാനം. അതാണ് ടൂറിസം, അതാണ് ടൂറിസം. വെള്ളം വരും അത് കഴിഞ്ഞിട്ട് കേട്ടാ, അതേ അറിഞ്ഞില്ല. ഓ തണുപ്പിക്കുവാന്ന് തോന്നുന്നു. സൂപ്പർ. വെള്ളം ഫ്രീ നോക്ക്. അതായിരിക്കും ലാസ്റ്റ് ആയിരിക്കും. അടിപൊളി അല്ലേ? വെള്ളം ഭയങ്കര ഫോഴ്സില്. അടിപൊളിയാട്ടാ. റെക്കോർഡ് ചെയ്ത് മതിയാവുന്നില്ല. ഓക്കെ ഗൈസ്, സോ ദേ ഞങ്ങൾ റൂമിലേക്ക് ഇറങ്ങുവാണ്. ഒരു ദിവസത്തില് ആക്ച്വലി പ്രിയക്ക് വയ്യാതിരുന്നോട്ട് പോലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ദാറ്റ് ഇസ് വിയറ്റ്നാം, ദാറ്റ് ഇസ് ഡനാങ്. രാവിലെ നമ്മൾ അതുപോലത്തെ ആ മാർക്കറ്റിൽ, ഹാൻ മാർക്കറ്റിൽ പോയി കുറച്ച് ഷോപ്പ് ചെയ്തു, ബീച്ച് കഫേ പോയി, അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നൈറ്റ് മാർക്കറ്റിൽ വന്നു, നൈറ്റിൽ ഡ്രാഗൺ ഷോ കണ്ടു. സോ യു ഹാവ് സോ മെനി തിങ്സ് ടു ഡു, സോ ഈസി ടു ഡു ആൻഡ് എക്സ്ട്രീംലി അഫോർഡബിൾ. സോ ഹോപ്പ്ഫുള്ളി ഡനാങ്ങിന്റെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ആൻഡ് വാച്ചിങ് അവർ വ്ളോഗ്സ്. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.